വെൽക്കം ടു ലാഷ് ക്ലാസ്. BA സോഷ്യോളജി എൻവയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റിയിലെ രണ്ടാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ബുദ്ധിസം, ജൈനിസം, ഗാന്ധിസം എന്നിവയിലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സായിട്ട് ഉപയോഗിക്കാൻ കഴിയാവുന്ന ഇതിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു സെക്ഷനിലെ ഏതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും കോമൺ ആയിട്ട് പറയാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയ്ക്കും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാമെങ്കിലും ആളുകളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാനുള്ള കഴിവില്ല. അതായത് പരിസ്ഥിതി ശോഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. നമുക്കറിയാം പ്ലാസ്റ്റിക് ദോഷകരമാണ്, അതുപോലെ ഫാക്ടറികളിൽ നിന്നുള്ള മലിനീകരണം ദോഷമാണ് എന്നൊക്കെ നമുക്കറിയാം. ശാസ്ത്രവും സാങ്കേതിക വിദ്യ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ എന്ന് കരുതി ആളുകൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുകയോ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ കുറയുകയോ ചെയ്യുന്നില്ല. കാരണം ഈ പരിഹാരങ്ങൾ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് ആളുകളുടെ പെരുമാറ്റമാണ് ഈ പരിസ്ഥിതി ശോഷണത്തിന് കാരണമാകുന്നത്. അപ്പോൾ ആളുകളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാൻ ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയ്ക്കും ഈ പരിസ്ഥിതി ശോഷണത്തിൻ്റെ കാര്യത്തിൽ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. അതിനാൽ മതങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും പരിസ്ഥിതി സംരക്ഷണത്തിൽ പങ്കുവഹിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയ്ക്കും പരിഹാരങ്ങൾ നിർദ്ദേശിച്ചാൽ കൊണ്ട് മാത്രം ആളുകളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നുള്ളത്. ആളുകളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്താൻ പക്ഷേ മതങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും കഴിയും. നമ്മളിവിടെ പറയുന്ന ബുദ്ധമതത്തിനും ജൈനമതത്തിനും മാത്രമല്ല, എല്ലാ മതങ്ങൾക്കും അങ്ങനെ ആളുകളിൽ സ്വാധീനം ചെലുത്താനുള്ള ഒരു ശേഷിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ മതപരവും പ്രത്യയശാസ്ത്രപരവുമായിട്ടുള്ള സിദ്ധാന്തങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്. ആദ്യം വരുന്നത് ബുദ്ധിസമാണ്. ബുദ്ധിസം നമുക്കറിയാം ഗൗതമ ബുദ്ധൻ സ്ഥാപിച്ച ഇന്ത്യയിൽ തന്നെ രൂപമെടുത്തിട്ടുള്ള മതമാണ്. അതിനെക്കുറിച്ചിട്ട് നമ്മൾ മുൻപുള്ള പല ക്ലാസ്സുകളും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലാണ് ഫോക്കസ് കൊടുക്കുന്നത്. മനുഷ്യരുടെ ആർത്തിയും സ്വാർത്ഥ ചിന്തയും പരിസ്ഥിതി നാശത്തിന് കാരണമാകുന്നു. മനുഷ്യരുടെ ആർത്തി, ലോഭ എന്നാണ് അതിന് ബുദ്ധിസത്തിൽ പറയുന്നത്. അതായത് കൂടുതൽ വേണം എന്നുള്ളൊരു ചിന്ത, ആവശ്യത്തിലധികം വസ്തുക്കൾ വാങ്ങിക്കൂട്ടുക തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ സ്വാർത്ഥ ചിന്ത, ദിത്തി എന്നാണ് അതിന് ബുദ്ധിസത്തിൽ പറയുന്നത്. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ അവരവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പരിസ്ഥിതി ശോഷണത്തിന് കാരണമാകുന്നത് എന്നുള്ളതാണ് ബുദ്ധിസത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിന് പരിഹാരമായിട്ട് 3 തലത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ബുദ്ധിസത്തിൽ പറയുന്നത്. അതിൽ ആദ്യം വരുന്നത് ബിഹേവിയർ ആണ്. ആന്തരികമായും ശില എന്നാണ് അതിൽ ബുദ്ധിസത്തിൽ പറയുന്നത്. ബാഹ്യമായും വിനയ എന്നാണ് പറയുന്നത്. പെരുമാറ്റം നിയന്ത്രിക്കണം. നമുക്കറിയാം വിനയത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറുക എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത്തരത്തിൽ ഒരു പരസ്പര ബഹുമാനത്തോടു കൂടി മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് ആന്തരികമായിട്ടുള്ള പെരുമാറ്റ നിയന്ത്രണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ആർത്തിയാണ് വലിയ പ്രശ്നം എന്നുള്ളത്. അത്തരത്തിൽ സ്വന്തം ആഗ്രഹങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന, നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം നമ്മൾ നേടുന്ന, അത്തരത്തിൽ ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. അടുത്തത് പറയുന്നത് മൈൻഡ് അല്ലെങ്കിൽ മനസ്സാണ്. പ്രകൃതിയെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും കഴിയണം, മനസ്സ് നിയന്ത്രിക്കാൻ കഴിയണം. സമാധി എന്നാണ് അതിനെ ബുദ്ധിസത്തിൽ പറയുന്നത്. അതായത് ചുറ്റുമുള്ളതിനെയെല്ലാം സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരണമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഗ്രാസ്പ് അല്ലെങ്കിൽ അറിവാണ്. പാണ്യ എന്നാണ് അതിനെ ബുദ്ധിസത്തിൽ പറയുന്നത്. പ്രകൃതിയെക്കുറിച്ചും അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചുമുള്ള അറിവ് വേണം എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെ ദോഷമാണ് ഉണ്ടാവുക, നമ്മുടെ അതിജീവനത്തിൽ പ്രകൃതിയുടെ പങ്ക് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ആളുകൾക്ക് അറിവുണ്ടെങ്കിലാണ് നമുക്ക് ഈ പ്രകൃതി സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ് അല്ലെങ്കിൽ ബുദ്ധിസത്തിൽ പറയുന്നത് പാണ്യ എന്നാണ്. അത് വേണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ബിഹേവിയർ, മൈൻഡ്, ഗ്രാസ്പ്, അതല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം, മനസ്സ്, അതുപോലെ അറിവ് എന്നീ കാര്യങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിക്ക് ദോഷമില്ലാതെ ജീവിക്കാൻ കഴിയുക എന്ന് ബുദ്ധിസത്തിൽ പറയുന്നു. പിന്നെ ബുദ്ധിസത്തിൽ പറയുന്നത് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളെ കുറിച്ചിട്ടാണ്. ഭക്ഷണം, മരുന്ന്, വസ്ത്രം, പാർപ്പിടം എന്നിവയാണ് അടിസ്ഥാന ആവശ്യങ്ങൾ. ഇവ പരമാവധി മറ്റുള്ളവർക്ക് ദോഷമില്ലാതെ കണ്ടെത്തുക എന്നുള്ളതാണ് ബുദ്ധിസത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിൽ കൂടുതലായിട്ട് വേണ്ടി വരുന്നില്ല നമ്മുടെ ആർത്തി എന്നുള്ള രീതിയിലാണ് ബുദ്ധിസത്തിൽ കണക്കാക്കുന്നത്.
അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമുക്ക് ചില രീതിയിൽ പ്രകൃതിയിൽ നിന്ന് വിഭവങ്ങൾ എടുക്കേണ്ടി വരും, പ്രത്യേകിച്ചും ഭക്ഷണത്തിനും പാർപ്പിടത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് അത് പരമാവധി മറ്റുള്ളവർക്ക് ദോഷമില്ലാതെ, മറ്റുള്ളവർ എന്ന് പറയുന്നത് പ്രകൃതിയെയും അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളെ കൂടി ഉദ്ദേശിച്ചിട്ടാണ്, ദോഷമില്ലാത്ത രീതിയിൽ പരമാവധി കുറച്ച് ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിസത്തിൽ പറയുന്നത്. ഇതുകൂടാതെ പരിസ്ഥിതി മലിനീകരണത്തെ ബുദ്ധൻ എതിർത്തിരുന്നു. പ്രത്യേകിച്ചും ഈ ജലാശയങ്ങൾ, പുഴ, കുളം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിസ്ഥിതി എല്ലാവരുടേതുമാണ്, അത് മലിനപ്പെടുത്താതിരിക്കുക എന്നാണ് പറയുന്നത്. മറ്റ് മനുഷ്യർ മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളും ഈ പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മലിനമാക്കരുത് എന്നുള്ളൊരു കാര്യം ബുദ്ധൻ പറയുന്നുണ്ട്. ഇതുകൂടാതെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ള ഒരു സമീപനമാണ് ബുദ്ധിസത്തിലുള്ളത്. ഇതുകൂടാതെ നമുക്കറിയാം ബുദ്ധിസത്തിന്റെ പൊതുവായിട്ടുള്ള സങ്കല്പമായിട്ടുള്ള ധമ്മ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അഷ്ടാംഗ മാർഗത്തിൽ വരുന്നത്. അതിൽ അഹിംസ, കരുണ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം മറ്റ് ജീവജാലങ്ങളോടും അതുപോലെ പരിസ്ഥിതിയോടും ഇതുപോലെ കരുണയും അഹിംസയും ഒക്കെ കാണിക്കുന്നതൊക്കെ തന്നെയും ബുദ്ധിസം ഒരു പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ചിന്താഗതിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്തത് വരുന്നത് ജൈനിസമാണ്. ബുദ്ധമതം രൂപപ്പെട്ട കാലത്ത് തന്നെ രൂപപ്പെട്ട മറ്റൊരു മതമാണ് ജൈനമതം. മഹാവീര തീർത്ഥാങ്കരനാണ് അതിൻ്റെ പ്രധാന വക്താവായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. നമ്മൾ നേരത്തെ ബുദ്ധിസത്തിൽ കണ്ടതുപോലെ ഒരു പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ് ജൈനമതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പാരിസ്ഥിതിക മതം എന്നുള്ള രീതിയിലും ജൈനമതം അറിയപ്പെടുന്നുണ്ട്. ഇനി ജൈനിസത്തിലും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ബുദ്ധമതത്തിലേതുപോലെ 3 തലങ്ങളാണ് വരുന്നത്. അതിൽ ആദ്യം വരുന്നത് അഹിംസയാണ്. പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗത്തിലും പ്രകൃതിയോടുള്ള മനോഭാവത്തിലും സ്വാധീനിക്കുന്നു. നമുക്കറിയാം അഹിംസ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ മറ്റുള്ളവർ എന്ന് പറയുന്നത് മറ്റു മനുഷ്യർ മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളും പ്രകൃതിയും നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ പരിസ്ഥിതി മലിനീകരണം നടത്തുന്ന സമയത്ത്, അതുപോലെ തന്നെ ഈ പരിസ്ഥിതി നമ്മൾ നശിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഇനി വരാൻ പോകുന്ന തലമുറയോടുകൂടിയാണ് ഒരു ഹിംസ ചെയ്യുന്നത്. അങ്ങനെയാണ് ജൈനമതത്തിൽ അതിനെ നോക്കിക്കാണുന്നത്. കാരണം നമ്മളിപ്പോൾ ഇവിടെയുള്ള കുളങ്ങളും അതുപോലെ തന്നെ പുഴകളും മലകളും മരങ്ങളും ഒക്കെ നശിപ്പിക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറയോട് നമ്മൾ ചെയ്യുന്നൊരു ദോഷം, ഒരു ക്രൂരത എന്നുള്ള രീതിയിലാണ് ജൈനമതം അതിനെ നോക്കിക്കാണുന്നത്. അപ്പം അത്തരത്തിൽ നമ്മൾ പരിസ്ഥിതി സംരക്ഷിച്ച് നിർത്തുക എന്ന് പറയുന്നത് അഹിംസയുടെ ഭാഗമായിട്ടാണ് ജൈനമതം കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, അത് മറ്റു മനുഷ്യർ അതുപോലെ മറ്റു ജീവജാലങ്ങൾ, പ്രകൃതി എന്ന് മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന തലമുറയോട് ഒരു ഹിംസ ചെയ്യരുത് എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ് നമ്മളതിനെ അഹിംസയുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. അടുത്ത ജൈനമതത്തിൽ സങ്കല്പം വരുന്നത് അപരിഗ്രഹ എന്നുള്ളതാണ്. ഭൗതിക വസ്തുക്കളോടുള്ള ആസക്തി ഉപേക്ഷിക്കുന്നു. ഇത് അമിത വിഭവ ഉപയോഗം തടയുന്നു. നമ്മൾ നേരത്തെ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ആർത്തിയാണ് പ്രധാനമായിട്ടുള്ള കാരണം എന്നുള്ളത്. അതുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സങ്കല്പമാണ് അപരിഗ്രഹ എന്ന് പറയുന്നത്. അതായത് നമുക്ക് വസ്തുക്കളോടുള്ള ഒരു അമിതമായിട്ടുള്ള ആസക്തി, അതുപോലെ തന്നെ ആഗ്രഹം തുടങ്ങിയവയാണ് നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണം. അതുപോലെ തന്നെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവുന്നതും ഇത്തരത്തിലുള്ള ഈ ഒരു പെരുമാറ്റം കാരണം കൊണ്ടാണ്. അപ്പോൾ ജൈനമതത്തിൽ പറയുന്നത് അപരിഗ്രഹ എന്ന് പറയുന്ന ഒരു അവസ്ഥ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ വസ്തുക്കളോട് ഉള്ള ഒരു ആസക്തി ഇല്ലാതിരിക്കുക, നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക എന്നുള്ള ഒരു സങ്കല്പമാണ്. ഇത്തരത്തിലുള്ള ഒരു ജീവിതശൈലി നമുക്കറിയാം ഒരു പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി ജൈനമതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലാസ്റ്റ് വരുന്നത് അനേകന്തുത എന്ന സങ്കല്പമാണ്. പ്രപഞ്ചത്തിൽ എല്ലാറ്റിനും ജീവനുണ്ട്, ഇന്ദ്രിയങ്ങളിൽ മാത്രമാണ് വ്യത്യാസം എന്നതാണ് ഇതിൽ പറയുന്നത്. അതായത് നമുക്കറിയാം മനുഷ്യർക്ക് 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. അതുപോലെ മറ്റ് പല ജീവജാലങ്ങൾക്കും ഈ ഇന്ദ്രിയങ്ങളുടെ എണ്ണത്തിലാണ് വ്യത്യാസമുള്ളത്. ഇനി ജൈനമതത്തിൽ പറയുന്നത് എല്ലാത്തിനും ജീവനുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ മണ്ണ്, വെള്ളം, വായു തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനെയും ജീവനുള്ളതായിട്ടാണ് ഈ ജൈനമതത്തിൽ കണക്കാക്കുന്നത്. നമുക്കുള്ളതുപോലെ ഇന്ദ്രിയങ്ങൾ അവയ്ക്കില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു സങ്കല്പമാണ് ഈ ജൈനമതത്തിൽ പറയുന്നത്. അതിനാൽ പ്രകൃതിയിലെ വസ്തുക്കളെ ബഹുമാനിക്കണം എന്ന് ജൈനമതം പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രകൃതിയിലെ മറ്റ് സസ്യങ്ങളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, ഈ കല്ല്, മണ്ണ്, വെള്ളം ഒക്കെ ആയിക്കോട്ടെ, ഇവയെല്ലാം ഈ പ്രകൃതിയിലുള്ളതാണ്, അവയെല്ലാം ജീവനുള്ളതാണ് എന്നുള്ളൊരു സങ്കല്പമാണ് ഈ ജൈനമതത്തിലെ അനേകന്തുതയിൽ പറയുന്നത്. അത് അനുസരിച്ചുകൊണ്ട് അവയോടെല്ലാം ബഹുമാനത്തോടു കൂടി ഒരു പരസ്പര സഹകരണത്തോടു കൂടിയിട്ടുള്ളൊരു ജീവിത ശൈലിയാണ് ജൈനമതം പറയുന്നത്. ഇനി ഈ സെക്ഷനിൽ നമുക്ക് ലാസ്റ്റ് വരുന്നത് ഗാന്ധിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. വ്യവസായവൽക്കരണം പരിസ്ഥിതി ശോഷണത്തിലേക്ക് നയിക്കുമെന്ന് ഗാന്ധി പ്രവചിച്ചിരുന്നു.
വ്യവസായവൽക്കരണത്തെ എതിർത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഗാന്ധി. അതിന്റെ പല വിഷയങ്ങളെ കുറിച്ച് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ യന്ത്രവൽക്കരണം ആളുകളിൽ തൊഴിലില്ലായ്മ ഉണ്ടാക്കും, ദാരിദ്ര്യം ഉണ്ടാവും, മലിനീകരണം ഉണ്ടാവും തുടങ്ങിയിട്ടുള്ള പല കാരണങ്ങളെ കുറിച്ചിട്ട് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഇത് പരിസ്ഥിതി ശോഷണത്തിലേക്ക് നയിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഗാന്ധി പ്രവചിച്ചിരുന്നു. ഗാന്ധിയുടെ സ്വരാജ് എന്ന് പറയുന്ന സങ്കല്പത്തിൽ സുസ്ഥിര വികസനത്തിന് ഊന്നൽ നൽകുന്നു. സ്വരാജ് എന്ന് പറയുന്നത് ഒരു സമൂഹം എങ്ങനെയായിരിക്കണം, സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു സമൂഹം എന്നുള്ള ഒരു സങ്കല്പമാണ് ഗാന്ധിയുടേത്. അതിനകത്ത് ഈ സുസ്ഥിരമായിട്ടുള്ള വികസനം, പരിസ്ഥിതിയെ ചൂഷണം ചെയ്യാത്ത തരത്തിലുള്ള ഒരു സങ്കല്പമാണ് ഗാന്ധി പറയുന്നത്. പിന്നെ ഗാന്ധിയുടെ അഹിംസയെ കുറിച്ചിട്ട് നമുക്ക് അറിയാവുന്നതാണ്. മറ്റ് ജീവജാലങ്ങളോടും പ്രകൃതിയോടും കരുണയോടും ഇടപെടാൻ പ്രേരിപ്പിക്കുന്നു. ഇതിൽ ഗാന്ധിക്ക് ജൈന മതത്തിൽ നിന്നുള്ളൊരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ജൈന മതം ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, അഹിംസ എന്ന് പറയുന്നത് ഒന്ന്, ഈ നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല, മറ്റ് ജീവജാലങ്ങൾക്ക് കൂടി ഉള്ളതാണ്. അപ്പോൾ നമ്മൾ അത് നശിപ്പിക്കുന്ന സമയത്ത് അവർക്ക് കൂടിയാണ് ദോഷം വരുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. മറ്റൊന്ന്, വരാനിരിക്കുന്ന തലമുറയ്ക്ക് കൂടി ആവശ്യമുള്ളതാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന സമയത്ത് നമ്മൾ വരാനിരിക്കുന്ന തലമുറയോടൊരു ഹിംസ ചെയ്യുന്നത് പോലെയാണ് നമ്മൾ ജൈനമതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. അതേ ഒരു ആശയം തന്നെയാണ് ഈ അഹിംസയും പരിസ്ഥിതി സംരക്ഷണവും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഗാന്ധിയിലും നമ്മൾ കാണുന്നത്. പിന്നെ ഗാന്ധി പറയുന്നത് ഉപഭോഗ സംസ്കാരം പരിസ്ഥിതി ചൂഷണത്തിലേക്കും മലിനീകരണത്തിലേക്കും നയിക്കുന്ന ഹിംസയാണ് എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ബുദ്ധമതവും ജൈനമതവുമായി ബന്ധപ്പെട്ട് കണ്ടതുപോലെ തന്നെ മനുഷ്യരുടെ ആർത്തി അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ വസ്തുക്കൾ ഇങ്ങനെ വാങ്ങി വയ്ക്കുക തുടങ്ങിയിട്ടുള്ള ഈ ഒരു ഉപഭോഗ സംസ്കാരമാണ് ഈ ഒരുപാട് പ്രകൃതി ചൂഷണത്തിലേക്കും അതുപോലെ തന്നെ മലിനീകരണത്തിലേക്കും എല്ലാം നയിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഗാന്ധിയും പറഞ്ഞിരുന്നു. ഇനി ഗാന്ധിയുടെ സർവോദയ സങ്കല്പത്തിൽ പരിസ്ഥിതി സൗഹാർദ്ദമായ സുസ്ഥിര വികസനം അവതരിപ്പിച്ചു. സർവോദയ എന്ന് പറയുന്നത് സമൂഹത്തിലെ എല്ലാവർക്കും അഭികാമ്യമായിട്ടുള്ള ഒരു ജീവിത രീതി എന്നുള്ള രീതിയിൽ ഗാന്ധി അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാതെ സമൂഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഗാന്ധി പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ കമ്പനികളും വ്യവസായങ്ങളും സ്ഥാപനങ്ങളെല്ലാം അവരുടെ കമ്പനിക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഗാന്ധി പറയുന്നത് അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ സമൂഹത്തിന് എന്താണോ ആവശ്യമുള്ളത് അതാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്നുള്ളതാണ് സർവോദയയിൽ പറയുന്നത്. അതായത് എല്ലാവർക്കും തൊഴിൽ ലഭിക്കുന്ന, സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണമായിക്കോട്ടെ, വസ്ത്രമായിക്കോട്ടെ, മരുന്നായിക്കോട്ടെ, എന്താണോ സമൂഹത്തിന് ആവശ്യം അത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതിൽ കേന്ദ്രീകരിക്കുക, ലാഭത്തിൽ കേന്ദ്രീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഈ സർവോദയ സങ്കല്പത്തിൽ തന്നെ പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള സുസ്ഥിര വികസനം, അതായത് നാളത്തേക്ക് കൂടി ആവശ്യമുള്ളതാണ് പ്രകൃതി എന്നുള്ള രീതിയിൽ അത് അമിതമായിട്ട് ചൂഷണം ചെയ്യാതെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വികസന മാതൃകയാണ് സർവോദയയിൽ ഗാന്ധി അവതരിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.